ഇപ്പൊ പാലക്കാട് എലപ്പുള്ളിയിൽ അവിടുത്തെ UDF കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് ഇതുവരെ അവിടെ ഒരു ബ്രൂവറിക്ക് അനുമതി കൊടുത്തിട്ടില്ല. ഒരു ബ്രൂവറി എന്ന് പറഞ്ഞാൽ 300-400 കോടി രൂപ ചെലവാക്കുന്നൊരു സംഗതിയാണ്. മാത്രമല്ല പിന്നെ സ്ഥിരം ലാഭം കിട്ടുന്ന ഒരു സാധനമാണ്. അതിൽ നിന്ന് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെ അവർക്ക് പിടിക്കാൻ കഴിയും. അപ്പൊ ആ ബ്രൂവറിയെ പിന്തുണയ്ക്കാത്തവർ വരണ്ടെന്നാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ നിർണയത്തിലൊക്കെ ഒരുപാട് എക്സ്റ്റേണൽ സ്വാധീനം, ബാഹ്യ സ്വാധീനം, ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇതും ഈ ആത്മഹത്യക്കും നിസ്സംഗതയ്ക്കും വിമത ആളുകൾ ഉണ്ടാവുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട്. കാരണം ഞാനാണ് അവിടെ യോഗ്യൻ. പിന്നെ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നാൽ ജയിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവനവനെ പറ്റിയുള്ള ഒരു വല്ലാത്തൊരു മഹത്വമുണ്ട്. ഞാൻ നിന്നാൽ എൻ്റെ വാർഡിൽ എന്നെ ആയിരിക്കും ആളുകൾ ഏറ്റവും കൂടുതൽ. അത് ജനങ്ങൾ പിന്നെ തീരുമാനിച്ചോളും, ആരെ ജയിപ്പിക്കേണ്ടതെന്നൊക്കെ ജനങ്ങൾ തീരുമാനിച്ചോളും. അന്നത്തെ രാഷ്ട്രീയം, സാമൂഹ്യം, വ്യക്തിയൊക്കെ ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ആത്മഹത്യ പെരുകുന്നത്. ഇപ്പൊ BJPയുടെ ഒരു സ്ഥാനാർത്ഥി ആത്മഹത്യ ചെയ്തു, ഒരു സ്ഥാനാർത്ഥി ആത്മഹത്യ കുറിപ്പ് കൊടുത്തു, മരിക്കാൻ പോയതു. ഇത് വളരെ മോശപ്പെട്ട ഒരു ജനാധിപത്യത്തിന്റെ സൂചനയാണ്.